മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പുറത്തത്തെ ക്ലൈമറ്റ് ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, കണ്ടാൽ എന്താ വെയിൽ അറിയോ, പൊരിഞ്ഞ വെയിലല്ലേ. പക്ഷെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഉള്ളിലത്തെ എസിനേക്കാൾ കൂടുതൽ തണുപ്പാണ്. ഇപ്പൊ പുറത്ത് പട്ടായല്. അപ്പൊ അൽഫി രാവിലെ എത്തുന്ന എഡിറ്റിംഗ് ആട്ടോ, എന്റെ മോളെ പ്രോ എഡിറ്റർ. ഞാൻ എണീക്കുന്ന മുമ്പ് തന്നെ എന്റെ തക്കോട് പോയിട്ട് ഇതാക്കണം, എനിക്ക് 7-Eleven ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട്. കണ്ടില്ലേ കേക്ക്, ഇത് എന്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നില്ല, തിനക്കാട് കുഴപ്പമില്ല. കേക്കെങ്കിൽ കേക്ക്, പിന്നെ കുറച്ച് നെബാറ്റീസ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, നട്ട്സ്. ഇവള് എഗ്ഗാ, ഇതെന്താ ഇങ്ങനെ കേക്കോ? എഗ്ഗ്. പിന്നെ ചിക്കൻ ഞാൻ കഴിക്കാം, എനിക്കിഷ്ടം. വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കൊടുത്ത ഫ്ലവറാണ് ഗൈസ്. എങ്ങനെയുണ്ട് ബേബി, ഇഷ്ടപ്പെട്ടിരുന്നു? കയ്യില് ഫുഡാണല്ലോ കഴിക്കുന്ന. എല്ലാ ഫുഡ് എടുത്തിട്ട് പോയിട്ട് അവസാനം ഈ ചുണ്ണി സാധനം എനിക്ക്. കം ഓൺ ബേബി, ഐ ലവ് യു. എന്റെ സ്നേഹമില്ല എനിക്ക് ഫുഡായിട്ട്, അത് കഴിക്കൂ. ഇവളുടെ എഗ്ഗ് നോക്കി ഗൈസ്, ഇതെന്തോന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ എഗ്ഗ്? ഇത് എഗ്ഗ് പുഡിംഗ് ആണോ? പുഡിംഗ് അല്ല, എഗ്ഗ് പുഡിംഗ് ആടിയത് അങ്ങനെ എന്തോ ആണ്, അല്ലാണ്ട് എഗ്ഗ് അങ്ങനെ ആവില്ല ഗൈസ്. അപ്പം ചിക്കൻ, ഇവിടെ ചിക്കൻ ഇങ്ങനെ ആട്ടെ കിട്ടും, നമ്മളുടെ നാട്ടിലത്തെ KFC ഒക്കെ പോലത്തെ. എടി ഇതിലാകെ 4 ചിക്കനുള്ളു, നോക്ക് 3 ഉള്ളു ഗൈസ്. എടാ കള്ളന്മാരെ, ഇവര് കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ നമ്മളെ പറ്റിച്ചിട്ട്. നല്ല പോളിംഗ് ആണല്ലോ ബേബി. നല്ല പോളിംഗ് അല്ല, നല്ല പുള്ളിങ് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഓക്കെ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ വിശപ്പ് ഒന്നും ആയില്ല, കഴിച്ചതെന്ന് തോന്നുന്നില്ല. നീ എൻ്റെ സ്വന്തം മേജൂരിയും കഴിച്ചു കഴിയുമ്പോൾ കുറച്ചൊന്ന് സെറ്റിലാവും ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ നൈറ്റാണ് പുറത്ത്. നൈറ്റ് നല്ലൊരു ആംബിയൻസ് സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കണം, ആനിവേഴ്സറി ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതാക്കണം അവളവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് മോർണിംഗ് ഒക്കെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്, പോയത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഒന്ന് രാവിലെ മൊത്തം റെസ്റ്റ്, എന്നിട്ടൊരു നൈറ്റ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. ഓക്കെ, സോ ഇന്ന് ക്യാമറക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി നൈറ്റ് നമ്മളുടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കാണാം, നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നൈറ്റായി. സോ നൈറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയുള്ള, ഐ മീൻ പട്ടായയിൽ തന്നെയുള്ള വൺ ഓഫ് ദ പ്രീമിയം റെസ്റ്റോറൻറ്റ് ഞാൻ ഡാൽസിനെ കൊണ്ടുവന്ന് ഒരു ഹായ് പറയണ്ടേ. തിന്നണ തിരക്കിലാണെങ്കിലും അവള് കഴിക്കുന്നത് ഈ സാധനം കേട്ടോ, ഇത് ബീഫ് ഹോട്ട് പോട്ട് എന്ന് പറയും. ഇതാണ് നമ്മളുടെ, ഇതിവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നത് ഇവള് കണ്ട് അപ്പം മുതൽ പറയാണ് ഇത് വേണം ഇത് വേണമെന്ന്. ഇതിന്റെ ഒരു ബൗളിലും കൂടെ ഉള്ളതുണ്ടായിരുന്നു, ഒരു ലെയറും കൂടി ഇതുണ്ടായിരുന്നു, ഒരു ബൗളായിട്ട് കഴിച്ചു. നീ മിസ് കണ്ടോ ഗൈസ്, അവിടെ ഉള്ളവര് ഫുഡ് കൊടുക്കുകയാണ്. അപ്പൊ താറാവൊക്കെ വന്നടാ. ഈ സാധനം ഇവിടെ കണ്ടില്ല, കത്തി കൊണ്ട് നിൽക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷമുള്ള അവസ്ഥ. ഇത് ഓൾമോസ്റ്റ് ഫുൾ ഉണ്ടായിരുന്നു, ഇതിൽ ഫുൾ ബീഫിന്റെ പീസസ് ആയിരുന്നു. കഴിച്ച് കിടക്കുന്ന നോക്ക്. അപ്പോൾ അൽഫി എന്താ പറയാ, ഫിഷിന്റെ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. എടാ ഹാപ്പി ആയ മോളെ. അങ്ങനെ അവളുടെ ആ ആഗ്രഹം കഴിഞ്ഞു. ഞങ്ങളങ്ങനെ എന്താ പറയാ കൈ കഴിക്കാൻ വന്ന്. സോ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ അരയന്നങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു. എന്നിട്ട് ഇവിടെ വാഷ്റൂം കാണിച്ചു തരട്ടെ. അരയന്നങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒക്കെ കാണിച്ചു തരാം. അവിടെ വാട്ടറിൻ്റെ സൗണ്ട് നിങ്ങൾ കുറേ കേട്ടുന്നറിയില്ല. അൽഫി ആക്കണം അവിടെ ഉണ്ട് വാഷ്റൂം. വേഗം പോയി വാ. ഞാൻ ഇപ്പോൾ ബില്ല് ചോദിച്ചാൽ എത്ര രൂപ ആയി നമുക്കിനി കണ്ടേ കേസൊക്കെ. ഇത്രയും എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ നോക്കണം, ഇതാണ് ഇവിടുത്തെ മിറർ കേട്ടോ, എന്ത് ഭംഗിയാണ് കണ്ടില്ല. വാഷ്റൂം മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു എസ്തറ്റിക് സാധനം കേട്ടോ, കണ്ടോ കൊള്ളാല്ലേ. വാഷ്റൂം ഒക്കെ വീഡിയോ എടുക്കണ ആദ്യമായിട്ട് കണ്ടോ. AC വാഷ്റൂം. ദിസ് ഈസ് ദി മിറർ. എനിക്ക് പറക്കാട്ട് ഓർമ്മ വരുന്നത് ഗൈസ്, ഗോൾഡിൻ്റെ പൈപ്പ് കാണുമ്പോൾ. പറക്കാട്ടിൽ എങ്ങനെയാണ് ഫുൾ ഗോൾഡിൻ്റെ സംഭവങ്ങളാണല്ലോ. സോ ഭംഗിയുണ്ടല്ലോ ഈ സാധനം കൊള്ളാട്ടോ. നമ്മളിനി എന്തെങ്കിലും ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാം. നമ്മൾ ഒരു തവണയും കൂടി മീമീനെ ഫീഡ് ചെയ്തിരുന്നേ കറക്റ്റ് 1000 ബാത്ത്. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു കഫേല് വന്നതാ ഗൈസ്. എന്തായാലേ ഒരു കഫേല് വന്നതാ ഗൈസ് നിങ്ങൾ കാണുന്നത്. അൽഫി ഇഷ്ടപ്പെട്ടാ? സോ ഗുഡ്. ഇതാരാ പ്ലാൻ ചെയ്തേന്ന്? ഞാൻ ആദ്യം നിനക്കിത് കാണിച്ചെന്ന്, ഞാൻ വന്നതാ. അതല്ല, കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോ സാരി പറഞ്ഞു ഇവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നില്ല. ഇത്തവണ ഞാൻ പ്ലാൻ ചെയ്തു, ഞാൻ വന്നു. പട്ടായയിൽ വരികയാണ് ഗൈസ്, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരിക, വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. നമ്മുടെ നാട്ടിലില്ലാത്ത ടൈപ്പ് സ്ഥലങ്ങളില് നിങ്ങൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ മാത്രം പോയി നടക്കല്ലേ. നിങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഒഴിവാക്കാനുള്ള പട്ടായ ബീച്ച്, വാക്കിംഗ് സ്ട്രീറ്റ് എടുത്ത് കളയണം. ഇവിടെ
നോക്കൂ. ഓ, എനിക്ക് ഇതുവരെ ഞാൻ എന്താ ഇവിടെ തായ്ലൻഡിൽ വന്നതിൽ വെച്ചിട്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ ഇത്രയും അടിപൊളി എക്സ്പീരിയൻസ് അറിയില്ല. നമുക്ക് കിടന്ന് റിലാക്സ് ചെയ്ത് എങ്ങനെ വേണേലും, സാധാരണ ഇവിടെ ബാങ്കോക്കിലോ തായ്ലൻഡിൽ എവിടെ വേണേലോ പട്ടായയിലോ ഫുക്കറ്റിലോ എവിടെ പോയാലും ഫുഡിന് ജാക്കപ്പൊക്കെ അടിപ്പിടി, പാത്രങ്ങളുടെ സൗണ്ട്, ആൾക്കാരുടെ സൗണ്ട്, അവിടുത്തെ ഫോണിന്റെ മ്യൂസിക്കിന്റെ ഭയങ്കര ബഹളം. ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ട് റിലാക്സ്. പിന്നെ അത് മാത്രല്ല, നമുക്ക് ഇപ്പോ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് തന്നെ നമ്മൾ പറയും എല്ലാവരും ചീപ്പാന്ന് പറയും, പക്ഷെ സ്ട്രീറ്റ് ഫുഡ് തന്നെ നമ്മുടെ ഇന്ത്യൻസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെക്കാട്ടി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജ്യൂസ് നമ്മുടെ അവിടെ ഒരു 100 രൂപക്ക് ജ്യൂസ് കിട്ടും, പക്ഷെ ഇവിടെ ജ്യൂസിന് മിനിമം ഒരു 200 നമ്മളുടെ കൺവേർട്ട് ചെയ്യുമ്പോൾ റേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും നല്ല ആംബിയൻസില് നല്ല എന്താ പറയാ നല്ല അടിപൊളി എക്സ്പീരിയൻസിൽ റിലാക്സ് ചെയ്ത് നമുക്ക് എത്ര സമയം വേണം. നമ്മളിവിടെ 6:30 വന്നിട്ട് ഇപ്പൊ സമയം എത്ര 10 മണിയായി. 7:30, 8:30, 9:30, 10 ഏകദേശം 4 മണിക്കൂറിലെ അടുത്ത് 3.5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് തോന്നുന്നു 1000 ബാത്ത് അത്രയൊക്കെ നാട്ടിലൊരു 3000 രൂപ. നമ്മള് നമ്മ നാട്ടിൽ ഇതേപോലെ വിശാലമായിട്ട് നമ്മുടെ നാട്ടിലും ഫുഡ് കഴിക്കണേന് ഈ ഒരു എക്സ്പെൻസ് ഒക്കെ വരും. അത് വീഡിയോ കാണോ കാണോ. അപ്പൊ ഞങ്ങള് പോട്ടെ. ലവ് യു ഓൾ. അപ്പം ഗൈസ് ഓക്കെ. അപ്പൊ ഹായ് ഗൈസ് ഓക്കെ. സോ ഇന്നലെ നമ്മളിവിടെ ആയിരുന്നു. ഇന്നലെ നമ്മൾ നല്ലൊരു ഡിന്നറിനൊക്കെ പോയി അടിച്ച് പൊളിച്ച് സെറ്റായി. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് മോർണിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് മോർണിംഗ് ഫ്രഷ് ആയിട്ട് ഹാപ്പി ആനിവേഴ്സറി ബേബി. ഹാപ്പി ആനിവേഴ്സറി. അപ്പം ആനിവേഴ്സറി ആയിട്ട് ഞാൻ ഇവൾക്ക് ഗിഫ്റ്റ് ബാങ്കോക്കിൽ നിന്നാണ് കൊടുക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞു കേട്ടോ പറയട്ടെ. പക്ഷെ ഇപ്പം ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്, ഒരു സർപ്രൈസ് വീഡിയോ ഗിഫ്റ്റ്. ഓക്കെ, ഇത് കണ്ട അൽഫി എന്തായാലും ഭയങ്കര സന്തോഷമാവും. ഇല്ല 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 ഇല്ല. സോ ട്രസ്റ്റ് മീ. അപ്പൊ എനിവേ നമ്മളങ്ങനെ ഒരു വർഷം കടൽ കാണാം. ഞാൻ പറഞ്ഞോട്ടെ, ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. എൻ്റെ കൂടെയുള്ള ലൈഫ് അടിപൊളിയാണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിന്നോട് ചോദിക്കുന്നില്ല എങ്ങനെ ഉണ്ടെന്ന്, അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ ഒരുപാട് അടിച്ചു പൊളിച്ച് ഒരുപാട് ട്രിപ്പ് പോയി, ഇപ്പോഴും ട്രിപ്പിലാണ്. കുറെ കേക്ക് കട്ട് ചെയ്ത് കുറെ പലതും നടന്നില്ലേ ഗൈസ്. അപ്പം ആദ്യത്തെ വീഡിയോ ആകെ 1-2 വീഡിയോ ഉള്ളൂ കേട്ടോ. ഞാനത് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി സൂക്ഷിച്ച വീഡിയോസാണ്. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവള് പണ്ട് ഡ്രസ്സൊക്കെ കിട്ടി കഴിഞ്ഞാൽ കളിക്കുന്ന കുറച്ച് കളികളാണ്. സോ റിയാക്ടിങ് ടു അൽഫീസ് ഡാൻസ് വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെതും ഉണ്ട്, പേടിക്കണ്ട. റെഡി 1 2 3. കണ്ടോ ഇപ്പൊ ഒരു വരവ് വരെ കണ്ടോ വരുന്ന കണ്ടോ പേടിക്കണ്ട. നമ്മൾ രണ്ടാളും ഒരു സാധനം വരുന്നുണ്ട്, എന്റേത് വരുന്നുണ്ട്. ഇതൊക്കെ ഇത് നീ ഫിൽട്ടർ ചെയ്തിടണ്ടോ, നീ ഞാനും കാണിക്കും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ രണ്ടാമത്തെ വീഡിയോ കാണിക്കട്ടെ. ഇതെന്തായിരുന്നു രണ്ടാമത്തെ കണ്ട നീ എന്നോട്, നമ്മൾ രണ്ടാളും ഈക്വലോ. ഓക്കെ, രണ്ടാമത്തെ വീഡിയോ. റെഡി 1 2 3 ഹെവി ഗോ. ഇതില് നിന്റെ കോലം നോക്കടി. അൽഫി ഡാൻസ് കളിക്കണ്ട്, ഞാൻ കളിക്കണോക്ക്. എന്തടി ഞാനെന്തടി ഇത് കണ്ട എന്റെ ഞാനെന്ത് മെലിഞ്ഞിട്ടാന്ന് കണ്ട നീ. എന്താ നീ കൊണ്ടി വിളിക്കണ ഈ തൊപ്പി ഡാൻസ് കളിക്കണോട്ട്. എടി അതല്ല, അന്ന് എന്റെ പാന്റിന്റെ കോലം കണ്ട നിങ്ങള്. ആ പാന്റ് ഇവനെ കൊണ്ട് മാറ്റിക്കാൻ, അതായത് ആ പാന്റ് അല്ല, ആ സ്റ്റൈലിന്ന് ഇവനെ മാറ്റിക്കാൻ ഞാൻ പെട്ടൊരു ആലോചിച്ച് നോക്കി. എന്റെ പൊന്നെ, ഇവന് ജന്മ ചെയ്ത ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഞാൻ പറയും സാരി നല്ല വൃത്തിയേടാണ്, നമുക്ക് ബാഗി പാൻസിലേക്ക് പോവാം. അപ്പൊ ഇവൻ എന്ത് ഇതൊക്കെ കത്തും, ഇതൊക്കെ കത്തണ സാധനമാണ്, നിനക്ക് എന്തറിയാ ഫാഷനെ പറ്റി. ഇങ്ങനെ ഫാഷനെ പറ്റി അറിയാക്കണ ഫാഷൻ ഇവിടെ ഉണ്ട്. കണ്ട, ഇതാണ് ഫാഷന്റെ ആള്. കണ്ടില്ലേ എന്താ ഓൾഡ് ഒരു ഫാഷൻ. ഓ അത് ഫാഷൻ. അന്നൊക്കെ ജോലൈൻ ഉണ്ടായിരുന്നു. നീ എന്നെ ഞാനിപ്പോൾ ഹാപ്പി റിലേഷൻഷിപ്പിലായി എന്റെ ജോലിന്നൊക്കെ പോയി ഡബിൾ ചിന്നായി. അന്ന് ഞാൻ ഡിപ്രഷനിലായതുകൊണ്ട് എന്റെ മുഖം കൂടി എന്തൊരു ഷാർപ്പില്ലേ. ഭയങ്കര ജോലൈനൊക്കെ ഉണ്ടായിരുന്നു അൽഫി, ഭയങ്കര മെലിഞ്ഞിട്ട് ഇപ്പം കുറച്ച് തടിച്ചതാണ്. സോ നിനക്കുള്ളത് കിട്ടി. എന്റേത് ഞാനൊരു സാധനം നീ എന്താണ് ഇതെന്താണ്
ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്? അതാണോ അതിപ്പോ എന്താ? അത് വീട്ടിൽ നിന്നല്ല ഇങ്ങനല്ല നടക്കാറ്. ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഒരാൾ നടക്കുന്നത്? അത് കാണിക്കണ്ട. അത് വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ നടക്കുന്നത്? അറിയൂ, വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ നടക്കുന്നത്? ഓക്കെ, ഇപ്പൊ ഈക്വലായ നമ്മള് ആനിവേഴ്സറി ഡേക്ക് നീ എന്നെ ട്രോള്, ഞാൻ എന്നെ ട്രോള്. ഈക്വൽ. അസ്സലാമു അലൈക്കും. ബൈ 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 ബൈ.